Hi everyone, welcome back to Kunji's class. നമുക്ക് ഇന്ന് പൊളിറ്റിക്സിൻ്റെ ചാപ്റ്റർ 2 ഡൈവേഴ്സിറ്റി ആൻഡ് ഡിസ്ക്രിമിനേഷൻ എന്നുള്ള ചാപ്റ്റർ പഠിക്കാം. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് പോവാം. Difference and prejudice. There are many things that make us what we are, how we live, the languages we speak, what we eat, where, the games we play, and the things we celebrate. All of these are influenced both by the geography and the history of the place where we live. അപ്പം നമ്മൾ ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളും ഡൈവേഴ്സാണ്. അവർ ജീവിക്കുന്ന ജീവിത ശൈലിയിൽ, അവരുടെ ലാംഗ്വേജസ് അവർ സംസാരിക്കുന്നതിൽ വെച്ച്, അവർ കഴിക്കുന്ന ഫുഡ്, ഈവൻ ഡ്രസ്സിങ്, ഗെയിംസ്, സെലിബ്രേഷൻസ് എല്ലാം ഡിഫറെൻ്റ് ആണ് അല്ലേ. ഈ ഓരോ കാര്യങ്ങളും നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ജിയോഗ്രഫിയോടോ അല്ലെങ്കിൽ ഹിസ്റ്ററിയോടോ ബേസ് ചെയ്തായിരിക്കും നിൽക്കുന്നത്. ഇപ്പം നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരുടെ ഡ്രസ്സിങ് സ്റ്റൈല് കണ്ടിട്ടില്ലേ? അതുപോലെയാണോ രാജസ്ഥാനിലുള്ള ആൾക്കാരുടെ സ്റ്റൈല്? അല്ല. അപ്പോൾ അതുപോലെ തന്നെ ഓരോ സ്ഥലത്തെ ജിയോഗ്രഫി, ഹിസ്റ്ററി ഒക്കെ ഡിഫറെൻ്റ് ആണ്. അതിനനുസരിച്ച് തന്നെ അവിടെയുള്ള ആൾക്കാരുടെ ലൈഫും ഡിഫറെൻ്റ് ആണ്. അവരുടെ ലാംഗ്വേജസും ഭക്ഷണവും ഡ്രസ്സിങ് സ്റ്റൈലും ഗെയിംസും സെലിബ്രേഷൻസും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. You will get an idea of how diverse India is if you look even briefly at the following statement. There are 8 major religions in the world. Every single one of them is practiced in India. We have more than 1,600 languages that are people's mother tongues, and there are more than 100 dance forms. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കും എന്തുമാത്രം ഡൈവേഴ്സ് ആയിട്ടുള്ളൊരു കൺട്രിയാണ് ഇന്ത്യ എന്നുള്ളത് അല്ലേ. ലോകത്തിൽ മുഴുവനായിട്ടൊരു മേജർ 8 റിലീജിയൻസ് ആണുള്ളത്. ലോകത്തിൽ മുഴുവൻ ആ 8 റിലീജിയൻസും നമ്മുടെ കൺട്രിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ 1,600ഓളം ലാംഗ്വേജസ് ഇവിടെയുള്ള ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് വേരിയസ് ഡാൻസ് ഫോംസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ കൺട്രിയുടെ ഡൈവേഴ്സിറ്റി മനസ്സിലാക്കാം അല്ലേ. Yet this diversity is not always celebrated. This is because we feel safe and secure with people who look, talk, dress and think like us. എപ്പോഴും നമ്മൾ ഡൈവേഴ്സിറ്റിയാണ്, മറ്റുള്ള ആൾക്കാരുമായിട്ട് കൂടിച്ചേരാൻ നമ്മൾ എപ്പോഴും താല്പര്യപ്പെടില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ നമ്മുടേതായിട്ടുള്ള ലോകത്ത് സേഫും സെക്യൂറുമാണ്. നമ്മളെപ്പോലെ ഡ്രസ്സ് ചെയ്യുന്ന ആൾക്കാർ, നമ്മളെപ്പോലെ നമ്മുടെ സെയിം ലാംഗ്വേജസ് സംസാരിക്കുന്ന ആൾക്കാർ, അവരോടൊക്കെ ആയിട്ട് നമ്മൾ കുറച്ചുകൂടെ സേഫ് ആൻഡ് സെക്യൂരിറ്റി ഫീൽ ചെയ്യും അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ള ആൾക്കാരുമായിട്ട് കൂടുതലായിട്ട് മിങ്കിൾ ചെയ്യാൻ പോവാത്തത്. Sometimes when we meet people who are very different from us, we may find them strange and unfamiliar. At times we may not understand or know the reasons why they are different from us. People also form certain attitudes and opinions about others who are not like them. അപ്പം നമ്മളെ പോലെയല്ല, പോലെ നമ്മുടെ ഭാഷ സംസാരിക്കാത്തതല്ലേ, നമ്മളെക്കാൾ ഡിഫറെൻ്റ് ആയിട്ട് ഡ്രസ്സ് ചെയ്യുന്നവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഇച്ചിരി സ്ട്രേഞ്ച് ആയിട്ട് തോന്നും അല്ലേ. അതുപോലെ തന്നെ അവരുടെ ആറ്റിറ്റ്യൂഡും നമ്മളെക്കുറിച്ചുള്ള ഒപ്പീനിയൻസും നമുക്ക് മറ്റുള്ളവരെക്കുറിച്ചുള്ള ഒപ്പീനിയൻസൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. When our opinions about certain people are always negative, seeing them as lazy, cunning, stingy, as some of the statements ago, then these become prejudices that we carry about them. ഇപ്പം ചിലപ്പോൾ നമുക്ക് ചില ആൾക്കാരെ കുറിച്ച് നെഗറ്റീവ് ഒപ്പീനിയൻസ് കാണും അല്ലേ. അവരെ കാണുമ്പോൾ നമ്മൾ ലേസി ആണെന്നോ, കണ്ണിങ് ആണെന്നോ, സ്റ്റിങ്കി ആണെന്നോ എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയും. ഈ സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ വളരെ നെഗറ്റീവായിട്ടുള്ള ഒപ്പീനിയൻസാണ് ആ ആൾക്കാരെ കുറിച്ച് അല്ലേ. അപ്പോൾ ഇതിനെയൊക്കെയാണ് നമ്മൾ പ്രിജുഡൈസസ് എന്ന് പറയുക. പ്രിജുഡൈസസ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് ആക്ച്വലി മുൻവിധി എന്നാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ഒപ്പീനിയൻസിനെയൊക്കെയാണ് നമ്മൾ ആ ടേം യൂസ് ചെയ്ത് വിളിക്കുന്നത്. Prejudice means to judge other people negatively or see them as inferior. Prejudice എന്നുള്ള വേർഡിൻ്റെ മീനിങ് എന്താ? മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുക. എങ്ങനെ? നെഗറ്റീവായിട്ടുള്ള രീതിയിൽ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുക. അതുപോലെ തന്നെ അവരെ ഇൻഫീരിയർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുക, അതായത് താഴ്ന്നതാണെന്ന് നമുക്ക് തോന്നുക. നമ്മളെക്കാൾ അവർ താഴ്ന്നതാണെന്നും അവരെ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ നമ്മൾ അവരെ ജഡ്ജ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രിജുഡൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വാട്ട് ഡു യു മീൻ ബൈ പ്രിജുഡൈസ്? Prejudice means to judge other people negatively or see them as inferior. When we think that only one particular way is the best and the right way to do things, we often end up not respecting others
who may prefer to do things differently. നമുക്ക് ചിലപ്പം ഒരു കാര്യം നമ്മൾ ചിന്തിക്കുന്ന രീതിയിലായിരിക്കും ശരിയെന്ന് നമുക്ക് തോന്നും, അല്ലേ? നമ്മൾ ചിന്തിക്കുന്ന രീതിയാണ് ശരി എന്ന് തോന്നും. അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ നെഗറ്റീവായിട്ടാണ് അവരെ എപ്പോഴും കാണുക, അല്ലെ അവരുടെ ഒപ്പീനിയന് നമ്മളൊരു വില കൊടുക്കുകയില്ല. നമ്മൾ ചിന്തിക്കുന്നതാണ് ശരിയെന്ന് നമുക്ക് തോന്നും. For example, if we think English is the best language and other languages are not important, we are judging these other languages negatively. ഇപ്പം നമുക്ക് തോന്നുകയാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജാണ് ബെസ്റ്റ് എന്ന് നമുക്ക് തോന്നുന്നു, നമ്മൾ ആ ലാംഗ്വേജിനെ ഫോളോ ചെയ്യുകയും ചെയ്യുകയാണ്. അപ്പം മറ്റുള്ള ആൾക്കാർ മറ്റ് ലാംഗ്വേജസിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരല്ലേ, മറ്റ് ലാംഗ്വേജസ് ആണ് ബെറ്റർ എന്ന് കരുതുന്ന ആൾക്കാരെ നമുക്കെപ്പോഴും നെഗറ്റീവായിട്ടാണ് തോന്നുന്നത്. അതായത് നമ്മുടെ ധാരണയാണ് ശരി, മറ്റുള്ളവരുടെ ധാരണ തെറ്റാണ്. അങ്ങനെ മറ്റുള്ള രീതിയിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ നെഗറ്റീവ് ആയിട്ട് നമ്മൾ കാണുക, അല്ലെ നമ്മളവരെ പ്രിജുഡൈസ് ചെയ്യുക. ആസ് എ റിസൾട്ട് വി മൈറ്റ് നോട്ട് റെസ്പെക്ട് പീപ്പിൾ ഹൂ സ്പീക്ക് ലാംഗ്വേജസ് അതർ ദാൻ ഇംഗ്ലീഷ്. അപ്പോൾ നമ്മളുടെ രീതി ശരിയാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നു, മറ്റുള്ളവർ ചെയ്യുന്നത് മോശമാണെന്ന് നമ്മൾ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ മറ്റ് ലാംഗ്വേജസ് ഫോളോ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ഒരിക്കലും റെസ്പെക്റ്റ് ചെയ്യില്ല, അല്ലേ? ക്രിയേറ്റിംഗ് സ്റ്റീരിയോടൈപ്സ്. All of us are familiar with gender differences. What does it mean to be a boy or a girl? Many of you would say we are born as boys and girls. It is a given. What is there to think about? Let's see if this is the case. അപ്പം നമ്മൾ ജെൻഡർ ഡിഫറൻസ് പറയുകയാണെങ്കിൽ നീ ഒരു ആൺകുട്ടിയാണല്ല, നീ ഒരു പെൺകുട്ടിയാണ് നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു കാര്യമാണ്, അല്ലേ? അപ്പോൾ നമുക്ക് ആ ജെൻഡർ ഡിഫറൻസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് താഴെ ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്, അത് നോക്കാം. Arrange the statements given below in these two sections according to what you think is appropriate for the section. ഓക്കെ, അപ്പോൾ താഴെ ഗേൾസും ബോയ്സും എന്ന് പറഞ്ഞ 2 സെക്ഷൻ തന്നിട്ടുണ്ട്. ഇവിടെ 10 സ്റ്റേറ്റ്മെൻറ്റ്സും തന്നിട്ടുണ്ട്. ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റ് ആർക്കാണ് സ്യൂട്ട് ആവുന്നതെന്നുള്ള അനുസരിച്ച് താഴോട്ട് എഴുതാനാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ദേ ആർ വെൽ ബിഹേവ്ഡ്. അത് നമുക്ക് സാധാരണ ആരെക്കുറിച്ചാണ് തോന്നുക? പെൺകുട്ടികളെക്കുറിച്ച്, അല്ലേ? ദേ ആർ സോഫ്റ്റ് സ്പോക്കൺ ആൻഡ് ജെൻറ്റിൽ, അതും പെൺകുട്ടികളെക്കുറിച്ച്. ദേ ആർ ഫിസിക്കലി സ്ട്രോങ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എപ്പോഴും ബോയ്സിനെയാണ് ചിന്തിക്കുന്നത്. ദേ ആർ നോട്ടി, അതും ബോയ്സ്. ദേ ആർ ഗുഡ് അറ്റ് ഡാൻസ് ആൻഡ് പെയിൻറ്റിങ്. ഡാൻസിലും പെയിൻറ്റിങ്സിലും ഒക്കെ നല്ലതാണ്, നമ്മൾ സാധാരണ പെൺകുട്ടികളെയാണ് പറയണത്, അല്ലേ? ദേ ഡോണ്ട് ക്രൈ, അത് ആൺകുട്ടികൾ. ദേ ആർ റൗഡി, ആൺകുട്ടികൾ. ദേ ആർ ഗുഡ് അറ്റ് സ്പോർട്ട്, അതും ബോയ്സ്. ദേ ആർ ഗുഡ് അറ്റ് കുക്കിംഗ്, അതാർക്കായിരിക്കും? ഗേൾസിന്. ദേ ആർ ഇമോഷണൽ, അതും ഗേൾസിന്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ 10 സ്റ്റേറ്റ്മെൻറ്റ്സിനെ 2 സെക്ഷനിലോട്ടായിട്ട് തിരിക്കാവുന്നതാണ്. Now check with your teacher's help who has put which statement where. Find out and discuss people's reasons for doing this. Are the qualities you put in for boys something that boys are born with? ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ 2 സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. ശരിക്കും ഈ ബോയ്സ് ഈ ക്വാളിറ്റീസ് ഒക്കെ ആയിട്ട് ആണോ ജനിച്ചത് തന്നെ? അതുപോലെ തന്നെ ഗേൾസിൻ്റെ ഈ ക്വാളിറ്റീസ് അതും അങ്ങനെ തന്നെയാണോ എന്നൊക്കെ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാൻ പറ്റും, പലരുടെ ഒപ്പീനിയൻസ് നമുക്കിതിൽ എടുക്കുമ്പോൾ തന്നെ. ഓക്കെ, if we take the statement they don't cry, you will see that this is a quality that is generally associated with boys and men. As babies or children, when boys fall and hurt themselves, their parents and other family members often console them by saying don't cry. അപ്പം കരയരുത്, ദേ ഡോണ്ട് ക്രൈ, അവർ കരയാറില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം മനസ്സിലോട്ട് ഓടിയെത്തുന്നത് ബോയ്സ് എന്ന ഒരു ഇതാണ്, അല്ലേ? ആ ക്വാളിറ്റീസ് ബോയ്സ് അല്ലേ മെന്നുമായിട്ടാണ് കുറച്ചുകൂടെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അവർ ചെറുതായിരിക്കുമ്പം ഒന്ന് വീഴുകയോ അല്ലെ മുറിവോ പറ്റുകയോ ചെയ്യുമ്പം അവർ കരയുമ്പോൾ അവരുടെ ഫാമിലി മെമ്പേഴ്സ് അവരോട് പറയുന്നത് എന്താണ്? കരയരുത് എന്നാണ്. എന്തുകൊണ്ടാണ്? യു ആർ എ ബോയ്, ബോയ്സ് ആർ ബ്രേവ്, ദേ ഡോണ്ട് ക്രൈ. ബോയ്സ് നല്ല ധൈര്യമുള്ളവരാണ്, അവരൊരിക്കലും കരയാറില്ല എന്ന് പറഞ്ഞാണ് അവരെ സമാധാനിപ്പിക്കുന്നത്, അല്ലേ? നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെ. As children grow up, they start believing that boys do not cry, so that even if a boy feels like crying, he stops himself from doing so. He also believes that crying is a sign of weakness. അപ്പോൾ അങ്ങനെ വളരുന്ന ഓരോ സ്റ്റേജിലും അവർ കേൾക്കുന്നതാണ് ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ധൈര്യമുള്ളവരാണ്, അവരൊരിക്കലും കരയാറില്ല എന്നൊക്കെ, അല്ലേ? അപ്പോൾ അങ്ങനെ എപ്പോഴേലും കരച്ചിൽ വരുന്ന സന്ദർഭങ്ങളിൽ അവർ ഇത് തന്നെ ചിന്തിക്കും, ഇങ്ങനെയാണല്ലോ എൻ്റെ പേരൻസ് എന്നോട് പറഞ്ഞു തന്നിട്ടുള്ളത്, ആൺകുട്ടികൾക്ക് ധൈര്യമുണ്ട്, അവരൊരിക്കലും കരയില്ല എന്ന്. അപ്പോൾ അവർ കരയാണ്ടിരിക്കും. അതുപോലെ തന്നെ അവർ വിചാരിക്കുന്നത് എന്താണ്? ക്രൈയിങ് എന്ന് പറയുന്നൊരു വീക്ക്നെസ്സിൻ്റെ സൈനാണെന്ന്.
ഓക്കെ, അപ്പം അങ്ങനെയാണ് ആൺകുട്ടികൾ കരയില്ല എന്നുള്ള ഒരു കൺസെപ്റ്റിലോട്ട് എത്തിയത് തന്നെ. So even though both boys and girls sometimes want to cry, especially if they are angry or in pain, as they grow older, boys learn or teach themselves not to cry. If a grown boy cries, then he feels that others will either tease him or laugh at him, and so he stops himself from doing so in front of others. അപ്പോൾ എന്തെങ്കിലും വിഷമോ ദേഷ്യമോ വേദനയോ ഒക്കെ കാരണം ഈ ബോയ്സിനും ഗേൾസിനും കരച്ചിൽ വന്നു എന്ന് വിചാരിക്കുക. ഗേൾസ് ഒബ്വിയസ്ലി കരയും, പക്ഷെ ബോയ്സ് കരയില്ല. അവർ കരച്ചിൽ നിർത്തും. എന്തുകൊണ്ടാണ്? അവർക്ക് തോന്നും മറ്റുള്ളവരവരെ കളിയാക്കും. കാരണം ആൺകുട്ടികൾ കരയില്ല, ആൺകുട്ടികൾ ധൈര്യമുള്ളവരാണ്, അവരൊരിക്കലും കരയില്ല എന്നാണ് അവർ ചെറുപ്പം മുതൽ കേൾക്കുന്നത് അല്ലേ. അപ്പം മറ്റുള്ളവരുടെ മുന്നേ വെച്ച് ഈ ആൺകുട്ടികൾ കരഞ്ഞാൽ അവരെ കളിയാക്കും. അതുകൊണ്ട് തന്നെ അവർ കരയാറില്ല. This is the way boys are and this is how girls are. These are statements we hear constantly and accept without even thinking, and we start believing that each one of us must behave accordingly. We fit all boys and all girls into an image that society creates around us. അപ്പോൾ ഓൾറെഡി ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഈ കുറച്ച് കാര്യങ്ങൾ, പെൺകുട്ടികൾ കരയത്തുള്ളൂ, ആൺകുട്ടികൾ കരയില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു ബിലീഫോടെ തന്നെയാണ് നമ്മളിപ്പോഴും ജീവിക്കുന്നത്. അല്ല, എന്തുകൊണ്ടാണ് ആൺകുട്ടികൾക്കും കരഞ്ഞുകൂടെ, പെൺകുട്ടികൾ മാത്രം എന്തിനാണ് കരയുന്നത് എന്നൊന്നും നമ്മൾ ഇന്നേവരെ ചിന്തിച്ചിട്ടില്ലല്ലോ. അപ്പോൾ എന്താണോ പറഞ്ഞു വെച്ചിരിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മളിപ്പോഴും ജീവിക്കുന്നത്. സൊസൈറ്റി ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ബോയ്സ് ഇങ്ങനെയാണ്, ഗേൾസ് ഇങ്ങനെയാണെന്ന്. ആ ഒരു ബിലീഫോട് കൂടിയാണ് നമ്മളിപ്പോഴും ജീവിക്കുന്നത്. When we fix people into one image, we create a stereotype. അതായത് ഒരു ഇമേജിൽ ഇച്ചിരി ബ്രേവ് ആയിട്ടുള്ള, കരയാത്ത, ഇച്ചിരി നോട്ടി ആയിട്ടുള്ള, റൗഡി ആയിട്ടുള്ള, അടിപിടിക്കൊക്കെ പോകുന്ന ഒരു ടീം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് ഓടി വരുന്നത് ബോയ്സ് ആണ് അല്ലേ. അപ്പം ഒരു ഇമേജ് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെ ഒരാൾക്ക് ഒരു ഇമേജ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ സ്റ്റീരിയോടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ what do you mean by stereotype? When we fix people into one image, we create a stereotype. When people say that those who belong to a particular country, religion, sex, race or economic background are stingy, lazy, criminal or dumb, they are using stereotypes. There are stingy and generous people everywhere, in every country, in every religion, in every group, whether rich or poor, male or female, and just because some people are like that it is not fair to think that everyone will be the same. അപ്പം നമ്മൾ പറയുക, ഒരു രാജ്യത്ത്, ഒരു പർട്ടിക്കുലർ രാജ്യത്തുള്ള ആൾക്കാർ അവരുടെ റിലീജിയനെ കുറിച്ചും അതുപോലെ തന്നെ അവരുടെ റേസിനെയും ബാക്ക്ഗ്രൗണ്ട്സിനെയും ഒക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു സ്റ്റീരിയോടൈപ്പാണ്. ആ രാജ്യത്തുള്ള ആൾക്കാർക്ക് ആ ഒരു ഇമേജാണ് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ രാജ്യത്തെ ആൾക്കാരെ കുറിച്ച് നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിലൊരു ഇമേജ് കാണും. അവരിങ്ങനെയാണ്, അവരങ്ങനെ ചെയ്യും ഒക്കെ കാണത്തില്ലേ. അതിനെയാണ് നമ്മൾ സ്റ്റീരിയോടൈപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റിങ്കി എന്ന് പറഞ്ഞാൽ കർക്കശമായ ആൾക്കാരും ജനറസ് ആയിട്ടുള്ള ആൾക്കാരും എല്ലാ രാജ്യത്തും ഒരേപോലെ കാണും അല്ലേ. ഇപ്പം ഈ നമ്മുടെ രാജ്യത്ത് തന്നെ കാണും സ്റ്റിങ്കി ആയിട്ടുള്ള ആൾക്കാരും ജനറസ് ആയിട്ടുള്ള ആൾക്കാരും. അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലും ഈ രണ്ട് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരും കാണും. പക്ഷേ നമ്മൾ ആ രാജ്യത്തിന് കൊടുത്തിരിക്കുന്ന ഒരു ഇമേജ് കൊണ്ട് ചിലപ്പോൾ അവിടുത്തെ ആൾക്കാരെ മുഴുവൻ നമ്മൾ സ്റ്റിങ്കി ആയിട്ടാണ് പറയുക അല്ലേ. അതുപോലെ ആ രാജ്യത്തും കാണും പാവപ്പെട്ടവരും പണക്കാരും. പക്ഷേ നമ്മൾ അതൊരു ദരിദ്ര രാജ്യമാണെന്ന് പറഞ്ഞാൽ അവിടെയുള്ള എല്ലാവരെയും നമ്മൾ ദരിദ്രരായിട്ടാണ് കാണുക. അതുപോലെ അതൊരു പണക്കാരുടെ രാജ്യമാണെന്നാണ് നമ്മുടെ മനസ്സിൽ വരുന്ന ഇമേജെങ്കിൽ അവിടെ ഫുൾ റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ കാണത്തുള്ളൂ, പാവങ്ങൾ കാണില്ലെന്ന് നമുക്ക് തോന്നും അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഓരോ രാജ്യത്തിനും ഓരോ ഇമേജ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ഉള്ള എല്ലാ ആൾക്കാരും അതേപോലെ ആണെന്ന് അവർ മീൻ ചെയ്യുന്നില്ല. പക്ഷെ നമ്മുടെ ഇമേജ് അനുസരിച്ച് ആ രാജ്യത്തെ ആൾക്കാർക്ക് ആ ഒരു കൈൻഡ് ഓഫ് റിലീജിയൻ ഫോളോ ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ അവരുടെ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ആയിരിക്കും എന്നൊക്കെ നമ്മൾ ചിന്തിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്ന് പഠിപ്പിച്ച മോശം മനസ്സിലായോ? നന്നായിട്ട് വായിച്ച് നോക്കുക, തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ പഠിക്കുക. ബാക്കി പോർഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് കൂടി ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.